ആശുപത്രിയിലെ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയായപ്പോൾ ശാരദാമ്മയെയും കൂട്ടി കാർത്തിക്കും ഗൗരിയും കാറിൽ കയറി. ശാരദാമ്മയും ഗൗരിയും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. കാർ മുന്നോട്ടെടുത്തപ്പോൾ ഡ്രൈവിംഗിനിടയിൽ കാർത്തിക് പലതവണ മിററിലൂടെ ഗൗരിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ക്ഷീണവും ശാരദാമ്മയോടുള്ള അവളുടെ കരുതലും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീട്ടിലെത്തിയപ്പോൾ കല്യാണിയമ്മയും ദിയയും അവരെ കാത്ത് സിറ്റൗട്ടിൽ കാത്തു നിൽപ്പുണ്ട്. ഗൗരി വളരെ ശ്രദ്ധയോടെ ശാരദാമ്മയെ വീൽചെയറിലിരുത്തി മുറിയിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി കിടത്തി. ദിയയും കല്യാണിയമ്മയും അതിന് സഹായിക്കുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ ഓരോ ചലനത്തിലും ശാരദാമ്മയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടമായിരുന്നു. അതേസമയം സുഭദ്ര കാർത്തിക് വക്കീൽ ഓഫീസിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ഓരോന്നായി ആലോചിച്ച് ആകെ തകർന്ന് ഉമ്മറപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പണവും കാര്യങ്ങളും എങ്ങനെ ഒപ്പിക്കുമെന്ന ആവലാതിയിൽ അവർ വിറക്കുകയായിരുന്നു. അപ്പോഴാണ് കോളേജ് ടൂർ കഴിഞ്ഞ അഞ്ജന വീട്ടിലേക്ക് കയറി വരുന്നത്. സുഭദ്രയുടെ ഈ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ അഞ്ജനയ്ക്ക് അത്ഭുതം തോന്നി. എപ്പോഴും ആരെയെങ്കിലും കുറ്റം പറയാനോ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനോ തിരക്കിലായിരിക്കുന്ന സുഭദ്രയെ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ അമ്മേ ഇങ്ങനെ ഒരു ഇരുത്തം? ഒന്നുമില്ലാത്തൊരു പാവമാണല്ലോ. അഞ്ജനയുടെ കളിയാക്കൽ കേട്ടതോടെ സുഭദ്രയുടെ ഉള്ളിലെ അമർഷം മണപൊട്ടി. അവൾ അഞ്ജനയെ ഒന്ന് തുറിച്ചു നോക്കി. ആ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ ഉണ്ടായിരുന്നു. നീ ചിരിച്ചോ അഞ്ജനെ? ചിരിച്ചു തീർക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. നിന്റെ ഐഫോണും സ്കൂട്ടറും ഒക്കെ പോകാൻ പോവുകയാ. ആ കാർത്തിക് ഇന്ന് എന്നെ വക്കീൽ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെല്ലാം അറിഞ്ഞടി. ഗൗരിയെ നമ്മൾ ചതിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും ആ കരാറും എല്ലാം അവൻ പൊളിച്ചെടുത്തു കഴിഞ്ഞു. അഞ്ജനയുടെ കയ്യിലിരുന്ന ബാഗ് താഴേക്ക് ഊർന്നു വീണു. അവൾക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ അമ്മേ ഈ പറയുന്നത്? കാർത്തികേട്ടൻ അതൊക്കെ അറിഞ്ഞോ? ഗൗരി പറഞ്ഞതാണോ? സുഭദ്ര കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അഞ്ജനയുടെ കയ്യിൽ പിടിച്ചു. ഗൗരി പറഞ്ഞിട്ടാണോ അതോ അവൻ സ്വന്തമായി കണ്ടെത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, കാർത്തിക് എന്നെ വിളിച്ചിരുന്നു. ഒരു മാസത്തിനുള്ളിൽ അവനെ നമ്മൾ തട്ടിയെടുത്ത ആ 5 ലക്ഷം രൂപ തിരികെ വെക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടുമെന്നാണ് ഭീഷണി. അഞ്ജന തകർന്നുപോയി. അവൾക്ക് കാലുകൾ ഉറക്കുന്നില്ലായിരുന്നു. അവൾക്ക് ചുറ്റുമുള്ള ലോകം തകരുന്നത് പോലെ തോന്നി. 5 ലക്ഷമോ? അതെങ്ങനെ സാധിക്കും അമ്മേ? നമ്മൾ ആ പൈസ എടുത്തു കഴിഞ്ഞതല്ലേ? അതൊക്കെ ചിലവാക്കി തീർത്തതല്ലേ? സുഭദ്രയുടെ മുഖം വല്ലാതെ വലിഞ്ഞു. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഈ വീട് പോലും ഗൗരിയുടെ പേരിലല്ലേ ഉള്ളൂ. നമ്മൾ ആരും അറിയാതെ ആ ആധാരം പണയം വെച്ച് പലിശക്കാരൻ ദാമുവിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയത് എന്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ആ പലിശ തീർക്കാതെ അവൻ ഒരിക്കലും ആ ആധാരം തിരിച്ചു തരില്ല. ഇനി ഇതുകൂടി കാർത്തിക് അറിഞ്ഞാൽ നമ്മളെ അവൻ വെറുതെ വിടില്ല. ജയിലിൽ കിടക്കേണ്ടി വരും നമ്മൾ. അഞ്ജന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോയി. അവളുടെ കണ്ണുകൾ വിടർന്നു. അമ്മേ, ആധാരമോ? പലിശക്കാരൻ ദാമുവിന്റെ കയ്യിലോ? ഇത് ആരറിഞ്ഞാലും തീർന്നു. കാർത്തികേട്ടൻ ഇതറിഞ്ഞാൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ദാമു പൈസ തിരിച്ചു ചോദിച്ചാൽ അവൻ വെറുതെ വിടില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. കോളേജ് ടൂർ കഴിഞ്ഞു വന്നതിന്റെ എല്ലാ സന്തോഷവും ആ നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. അവൾ പരിഭ്രമത്തോടെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നമ്മൾ ഇനി എന്താ ചെയ്യുക? കാർത്തികേട്ടൻ ഒരു മാസത്തിനുള്ളിൽ 5 ലക്ഷം തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ദാമു ആണെങ്കിൽ പലിശക്ക് പലിശ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരി കൂടി സത്യം അറിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അഞ്ജനയുടെ ശബ്ദം പതുങ്ങി. അമ്മേ, നമുക്ക് ഗൗരിയോട് തന്നെ നേരിട്ട് സംസാരിച്ചാലോ? കാർത്തികേട്ടന്റെ മുന്നിൽ നമ്മൾ തോറ്റു. പക്ഷേ ഗൗരിയുടെ മുന്നിൽ നമ്മൾ കരഞ്ഞു കാണിച്ചാൽ അവളുടെ മനസ്സലിയും. ആ ഗൗരിക്കാണെങ്കിൽ നമ്മൾ അഭിനയിക്കുകയാണെന്ന് അറിയുകയുമില്ല. ഗൗരിയുടെ മുന്നിൽ നമ്മൾ കരഞ്ഞാൽ അവളുടെ മനസ്സ് എന്തായാലും അലിയും. അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കാർത്തികേട്ടനോട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ പിന്മാറിയേക്കാം. സുഭദ്രയുടെ കണ്ണുകളിൽ ഒരു ക്രൂരമായ തന്ത്രം മിന്നിമറഞ്ഞു. നീ പറയുന്നത് ശരിയാ അഞ്ജനെ. ഗൗരിയുടെ ആ പാവത്തമാണ് നമ്മുടെ ഏക രക്ഷാമാർഗം. പക്ഷേ കാർത്തിക് അവിടെയുള്ളപ്പോൾ പോയാൽ അവൻ നമ്മളെ അടിച്ചിറക്കും. അതുകൊണ്ട് അവൻ ഇല്ലാത്തൊരു സമയം നോക്കണം. അവർ രണ്ടുപേരും ഒരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു. വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് തലയൂരാൻ ഗൗരിയെ വീണ്ടും കബളിപ്പിക്കാനുള്ള പദ്ധതി അവർ മെനഞ്ഞു. ശാരദാമ്മയ്ക്ക് മരുന്നൊക്കെ നൽകിയ ശേഷം ആശ്വാസത്തോടെ ഗൗരി മുകളിലെ സ്വന്തം മുറിയിലേക്ക് നടന്നു. ശാരീരികമായി വല്ലാതെ ക്ഷീണിച്ചിരുന്നു അവൾ. മുറിയിലെത്തിയതും വയറ്റിൽ ഒരു വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെട്ടു. ആ ദിവസത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാഠിന്യത്തോടെ തുടങ്ങിയത് അപ്പോഴായിരുന്നു. വേദന കടിച്ചമർത്താൻ നോക്കിയെങ്കിലും ഗൗരിക്ക് കഴിഞ്ഞില്ല. അവൾ കട്ടിലിലേക്ക് തളർന്നു വീണു. വേദന കൊണ്ട് ശരീരം ചുരുട്ടി പിടിച്ചു. അതേസമയം താഴെ കാര്യങ്ങൾ സംസാരിച്ച് തീർത്ത് കാർത്തിക് മുകളിലേക്ക് കയറി വരികയായിരുന്നു. കാർത്തിക് മുകളിലേക്ക് കയറി വരുന്ന കാൽപെരുമാറ്റം അവൾ കേട്ടു.
പെട്ടെന്നൊരു നെട്ടലോടെ അവൾ തന്റെ മുഖഭാവം മാറ്റാൻ ശ്രമിച്ചു. വേദനയൊന്നും പുറത്തു കാണിക്കാതെ ഒരു സാധാരണ ഭാവം വരുത്തി അവൾ വേഗം കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. എങ്കിലും വേദനയുടെ തീവ്രതയിൽ അവളുടെ കൈകൾ അറിയാതെ വയറിലേക്ക് അമർന്നു പോയിരുന്നു. താഴെ നിന്ന് മുകളിലെത്തിയ കാർത്തിക് കണ്ടത് ആ കാഴ്ചയാണ്. വേദന കടിച്ചമർത്തി വയറ്റിൽ കൈവച്ച് ബാത്റൂമിലേക്ക് കയറി പോകുന്ന ഗൗരിയെ. അവനൊന്ന് നിന്നു. എന്തോ ഒന്ന് അവളിൽ അസ്വാഭാവികമായി തോന്നി. എന്താ ഇവൾക്ക് പറ്റിയത്? മുഖമൊക്കെ വല്ലാതെ വിളർ വെളുത്തിട്ടുണ്ടല്ലോ. എന്തെങ്കിലും അസുഖമാണോ? കാർത്തിക്കിന്റെ ഉള്ളിൽ സംശയം ജനിച്ചു. കുറെ സമയം കഴിഞ്ഞിട്ടും ഗൗരി പുറത്തേക്ക് വന്നില്ല. കാർത്തിക്കിന്റെ അസ്വസ്ഥതയേറി. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി അവൻ ബാത്റൂമിന്റെ വാതിലിനരികിലേക്ക് ചെന്നു. അവൻ വിളിക്കാനായി കൈ ഉയർത്തിയതും വാതിൽ തുറന്ന് ഗൗരി പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ഗൗരിയുടെ മുഖം കൂടുതൽ വിളറി വെളുത്തിരുന്നു. ചുണ്ടിൽ പോലും രക്തയോട്ടമില്ലാത്ത അവസ്ഥ. ഗൗരി, നിനക്ക് എന്തു പറ്റി? എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഗൗരി കാർത്തിക്കിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഏയ്, ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ ആ മറുപടിയിൽ അവനോടുള്ള അകലം കാർത്തിക്കിന് വ്യക്തമായിരുന്നു. അവൾ വേഗം കട്ടിലിലേക്ക് നടന്നു. കാർത്തിക് അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. തന്നോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും രഹസ്യമാണോ? അവൻ അല്പനേരം കൂടി അവളെ നിരീക്ഷിച്ചു. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ മേശപ്പുറത്തിരുന്ന ഗൗരിയുടെ ബാഗിനടുത്തേക്ക് നീണ്ടത്. അവിടെ പാഡിന്റെ കവർ അല്പം പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് കാർത്തിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആ പാക്കറ്റിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അവളുടെ വേദനയുടെ കാരണം അവന് പൂർണ്ണമായി മനസ്സിലായി. അവളുടെ വേദന കണ്ടതും കാർത്തിക്കിന്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. തന്നോട് ദേഷ്യമോ അകലമോ കാണിച്ചാലും ഈ വേദനയിൽ അവളെ ഒറ്റയ്ക്ക് വിടാൻ അവന് മനസ്സ് വന്നില്ല. അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഗൗരി, നീ കള്ളം പറയേണ്ടതില്ല. നിന്റെ വേദന നീ എന്തിനാണ് എന്നിൽ നിന്ന് ഇത്ര ഒളിക്കാൻ നോക്കുന്നത്? ഗൗരി നെട്ടി അവനെ ഒന്ന് നോക്കി. താൻ അതൊക്കെ മറച്ചു വെച്ചു എന്ന് വിചാരിച്ച അവൾക്ക് കാർത്തിക്കിന്റെ ആ നിരീക്ഷണം അസ്വസ്ഥതയുണ്ടാക്കി. അവളൊന്നും മിണ്ടാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കിയടച്ചു. കാർത്തിക് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ താഴേക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ അവൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഒരു ചെറിയ ഹോട്ട് വാട്ടർ ബാഗുമായി മുകളിലേക്ക് വന്നു. അവൻ അത് അവൾക്ക് നേരെ നീട്ടി. എനിക്കിതൊന്നും വേണ്ട കാർത്തികേട്ടാ, ഞാൻ നോക്കിക്കോളാം. ഗൗരി വീണ്ടും ഒഴിഞ്ഞു മാറി. ഗൗരി, നമ്മൾ തമ്മിലുള്ളത് ഒരു കരാർ മാത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഠിനമായ വേദന എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. നിന്റെ ഈ വേദന കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഇതിനു മുന്നിൽ നിസ്സംഗനായി നിൽക്കാൻ കഴിയില്ല. ഇത് മറ്റാർക്കും വേണ്ടിയല്ല, നിന്റെ വേദനയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാൻ വേണ്ടി മാത്രമാണ്. അവൻ ആ ബാഗ് അവളുടെ വയറിനരികിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു. ഗൗരി ഒരു മടിയോടെ അല്പം നീങ്ങി കിടന്നെങ്കിലും കാർത്തിക്കിന്റെ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു മാറ്റമുണ്ടാക്കി. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തന്നോട് പെരുമാറുന്നവൻ ഇങ്ങനെ കരുതൽ കാണിക്കുന്നത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാർത്തിക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭാവിച്ചു. പക്ഷേ വാതിലിനടുത്ത് എത്തിയപ്പോൾ അവൻ ഒന്നുകൂടി തിരിഞ്ഞു നിന്നു. ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിക്കണം. അവൻ പോയതിനു ശേഷം ഗൗരി ആ ഹോട്ട് വാട്ടർ ബാഗിലേക്ക് നോക്കി നിന്നു. വേദനയിലും അവളുടെ മനസ്സിൽ ആ ചോദ്യം ബാക്കിയായി. എന്തിനാണ് കാർത്തികേട്ടൻ എന്നോട് ഇത്രയും കരുതൽ കാണിക്കുന്നത്? അതോ ഇതും ആ കരാറിന്റെ ഭാഗമാണോ? ഒരാഴ്ച കടന്നുപോയി. ഗൗരിയുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞെങ്കിലും ആ ദിവസങ്ങളിലെല്ലാം കാർത്തിക്കിന്റെ നിശബ്ദമായ ശ്രദ്ധ അവളിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ശാരദാമ്മ കാർത്തിക്കിനെ അടുത്തേക്ക് വിളിച്ചു. മോനെ കാർത്തികേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തു പോയി വാ. ഹോസ്പിറ്റലിലെ തിരക്കുകളും ഓഫീസ് തിരക്കുകളൊക്കെ ആയി നിനക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അവൾക്കൊരു മാറ്റം വേണ്ടടാ. നീ വൈകിക്കാതെ ഇന്ന് തന്നെ ഗൗരിയെയും കൂട്ടി ഒന്ന് പോയിട്ട് വായോ. കാർത്തിക് ഒന്ന് മടിച്ചു. കരാർ പ്രകാരമുള്ള വിവാഹമായതുകൊണ്ട് ഇങ്ങനെയൊരു യാത്രയ്ക്ക് ഗൗരി തയ്യാറാകുമോ എന്നതായിരുന്നു അവന്റെ ആശങ്ക. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവനും ഗൗരിയെ കൂട്ടി പുറത്തു പോകാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഗൗരിയോടുള്ള അവന്റെ മനോഭാവത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു. അവളോടുണ്ടായിരുന്ന ആ പഴയ ദേഷ്യമോ വെറുപ്പോ ഇപ്പോൾ അവന്റെ മനസ്സിലില്ലായിരുന്നു. മറിച്ച് അവളുടെ നിഷ്കളങ്കതയും ശാരദാമ്മയോട് അവൾ കാണിക്കുന്ന കരുതലും അവനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. താനുമായിട്ടുള്ള ഈ കരാർ അവസാനിപ്പിക്കുന്ന ദിവസത്തിനുള്ളിൽ ഗൗരിയുടെ ജീവിതത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു നൽകണമെന്നും അവൾക്ക് സന്തോഷം നൽകുന്നതെന്തും അവൾക്ക് സ്വന്തമാക്കി കൊടുക്കണമെന്നും അവന്റെ മനസ്സ് ആഗ്രഹിച്ചു തുടങ്ങി. അവൻ ഗൗരിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ശാരദാമ്മയുടെ നിർബന്ധത്തിന് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ ഒരു മടിയുണ്ടായിരുന്നു. അമ്മേ, അത് പിന്നെ
എന്ന് കാർത്തിക് തുടങ്ങിയതും ശാരദാമ്മ സ്നേഹത്തോടെ അവൻ്റെ കൈ പിടിച്ചു. ഒന്നും പറയണ്ട മോനെ, ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു വരണം. അത് കഴിഞ്ഞ് ഗൗരിമോളെയും കൂട്ടി നീ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വായോ. അവൾ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ചായല്ലോ. അവൾക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരുന്നത് നല്ലൊരു മാറ്റമാകട്ടെ. അവളെ നീ കൊണ്ടുപോകണം, അതെൻ്റെ നിർബന്ധമാണ്. മോളെ ഗൗരി, നീ വേഗം പോയി റെഡിയായിക്കേ. അമ്മയുടെ മോളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വായോ. ശാരദാമ്മയുടെ ആ വാക്കുകൾ ഗൗരിയുടെ ഉള്ളൊന്ന് തൊട്ടു. ഈ വീട്ടിൽ എല്ലാവരും തന്നെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് എന്ന തിരിച്ചറിവ് അവൾക്ക് സന്തോഷവും അതിലുപരി സങ്കടവും നൽകി. കാർത്തിക് ഗൗരിയെ നോക്കി അവളുടെ സമ്മതം തേടുന്നത് പോലെ. ഗൗരി തലയാട്ടിയ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി. കാർത്തിക് ആശ്വാസത്തോടെ ശാരദാമ്മയെ നോക്കി. ശരി അമ്മേ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. ശാരദാമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഗൗരി വേഗത്തിൽ പോയി ഒരുങ്ങി. ലളിതമായ ഒരു ചുരിദാർ ധരിച്ച് മുടി ഭംഗിയായി കെട്ടിവെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാർത്തിക് നേരത്തെ തന്നെ ഒരുങ്ങി കാറിനടുത്തുണ്ടായിരുന്നു. കാർത്തിക്കിനെ കണ്ടതും ഗൗരിയുടെ ഉള്ളിൽ അറിയാതെ ഒരു ചെറിയ വിറയലുണ്ടായി. കാർത്തിക് കാർ സ്റ്റാർട്ട് ചെയ്ത് തയ്യാറായി നിന്നു. ഗൗരി ഒന്ന് മടിച്ചു. അവളുടെ ആ മടി കണ്ടതും ദിയ വന്നു ഗൗരിയുടെ കൈ പിടിച്ച് കാറിന്റെ മുൻസീറ്റിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. എന്താ ഗൗരി ചേച്ചി ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? കാർത്തികേട്ടന്റെ കൂടെയല്ലേ പോകുന്നത്? ധൈര്യമായി ഇരിക്ക്. കാറിന്റെ ഡോർ അടക്കുമ്പോൾ ദിയ ഗൗരിയുടെ കവിളിൽ ഒന്ന് പിച്ചി. അപ്പൊ രണ്ടാൾക്കും ഓൾ ദി ബെസ്റ്റ്. ദിയയുടെ ആ വാക്കുകൾ കേട്ട് കാർത്തിക് ഒന്ന് ചിരിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു. വീടിന്റെ ഗേറ്റ് കടന്ന് കാർ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദി പടർന്നു. ദൈവമേ, എനിക്ക് ശക്തി തരണേ, ഗൗരി ഉള്ളിൽ പ്രാർത്ഥിച്ചു. ഈ യാത്ര എനിക്ക് അത്ര എളുപ്പമല്ല. ഞാൻ ഇത്രയും സ്വാഭാവികമായി അദ്ദേഹത്തിനൊപ്പം സമയം ചിലവഴിക്കുക, ഒരു നാടകം പോലെ എല്ലാം അഭിനയിച്ചു തീർക്കുക എന്നത് എത്ര പ്രയാസകരമാണ്. ശാരദാമ്മയുടെ കണ്ണുകളിൽ കണ്ട ആ ഒരൊറ്റ പ്രതീക്ഷ, അതിനു മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. ആ വാക്ക് നിരസിക്കാനോ ഒഴിഞ്ഞു മാറാനോ എനിക്ക് ധൈര്യവും ഉണ്ടായില്ല. തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അതിനുള്ള കരുത്ത് നീ നൽകണം. ഗൗരിയുടെ ഓരോ ചലനവും അവളുടെ ചുണ്ടിലെ വിറയലും ഇടയ്ക്കിടെ അവൾ കൈകൾ മുറുക്കി പിടിക്കുന്നതും കാർത്തിക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴും അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ഗൗരിയിലായിരുന്നു. അവൾ എന്തോ ആലോചിച്ച് വല്ലാതെ അസ്വസ്ഥയാണെന്ന് അവന് മനസ്സിലായി. എന്താണ് അവൾ ഇത്രയധികം ആലോചിക്കുന്നത്? എൻ്റെ സാമീപ്യം പോലും അവൾക്ക് അസ്വസ്ഥത നൽകുന്നുണ്ടോ?